നമസ്കാരം. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇത്തരം ചില അംഗീകാരങ്ങൾ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും ഒക്കെയുള്ളൂ. മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെ ഒന്ന് ചെറിയൊരു ശബ്ദം ഉയർത്തിയാൽ പോലും അതിക്രൂരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു രാജ്യമാണ് നമ്മുടെ അയലത്ത് കിടക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം. പാകിസ്ഥാനിൽ ഇന്ത്യ അനുകൂല നിലപാടുകൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ അവർ പിന്നെ ബാക്കി കാണില്ല എന്നത് യാഥാർത്ഥ്യം. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നത് തന്നെ ഈ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി ന്യൂനപക്ഷങ്ങൾക്കൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത്രയും ക്രൂരതകളും പീഡനങ്ങളുമാണ് അവർ അനുഭവിക്കുന്നത്. പാകിസ്ഥാനിലും ഇന്ത്യയിലെ പോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. സ്വന്തമായി ഏകാംഗ നാടകം പോലെ നടക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ പല രീതിയിൽ എന്റർടൈൻമെന്റ്, അതുപോലെ വിനോദ ഉപാധികളും സിനിമകളും സിനിമാ ചർച്ചകളും രാഷ്ട്രീയവും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ധാരാളം യൂട്യൂബ് ചാനലുകൾ പാകിസ്ഥാനിൽ നിലവിൽ ഉണ്ട്. അതിൽ ചില യൂട്യൂബ് ചാനലുകൾ ജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി, ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും ഒക്കെ അനുകൂലമായി പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ, എത്രയോ മുന്നോട്ട് പോകുന്നു ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, അതിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും അവ തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അതിൽ 12 യൂട്യൂബേഴ്സിനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവർ എവിടെ പോയി? പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ്, അവിടെ ആർമിയും ഗവൺമെന്റും വ്യത്യാസമൊന്നുമില്ല, ഇവരെ എന്തു ചെയ്തു? അതിൽ 2 പേരെ ഇവർ തൂക്കിക്കൊന്നതായുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയുമാണ് തൂക്കിക്കൊന്നത്. ഷൊയ്ബ് ചൗധരി, സന അംജാദ് എന്നീ 2 പേരെ. ഷൊയ്ബ് ചൗധരിയും ഈ സന അംജാദും ധാരാളം ഫോളോവേഴ്സ് ഉള്ള, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ്. ഇവർ എന്താണ് ചെയ്തത്? ഇവർ ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ചു, ജനങ്ങളുമായി സംവദിച്ചു. അതിൽ പല വ്യക്തികളും ഇന്ത്യക്ക് അനുകൂല നിലപാടെടുത്തു. അല്ലെങ്കിൽ ഇന്ത്യയാണ് ശരി, ഇന്ത്യയുടെ സിദ്ധാന്തങ്ങളാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്, പാകിസ്ഥാൻ സിദ്ധാന്തങ്ങളൊക്കെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി, ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിക്ക് കൊലപാതകം നടക്കുന്ന സ്ഥലമാക്കി പാകിസ്ഥാനെ മാറ്റിയതിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനും പാകിസ്ഥാനിലെ മുൻ ഭരണാധികാരികൾക്കുമുള്ള പങ്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ യൂട്യൂബ് വീഡിയോകൾ ഇട്ടു. ഇതാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ സൈന്യത്തെ അല്ലെങ്കിൽ സർക്കാരിനെ ചൊടിപ്പിച്ചത്. ഈ സ്ത്രീയെയും പുരുഷനെയും അവർ കൊന്നു എന്നാണ് പറയുന്നത്. മറ്റ് 12 പേരെ ഏതായാലും കാണാനുമില്ല. ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ മുന്നിൽ? പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തന്നെ ഇന്ത്യക്കാരും ഈ പട്ടിണി സൂചികയിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യ അവർക്കൊക്കെ താഴെയാണെന്ന് പറഞ്ഞ് തെറ്റായ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ കുറെ കമ്മികളും കുറെ സുഡാപ്പികളും കുറെ തീവ്രവാദികളും ഒക്കെ തന്നെ പോസ്റ്റ് ഇട്ടതും കമന്റ് ഇട്ടതും ഒക്കെ ഓർക്കുന്നില്ലേ? പാകിസ്ഥാനാണ്. ജയ് പാകിസ്ഥാൻ എന്ന് വിളിച്ച ഒരു ബീഹാറിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം തത്വമേ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച ഒരു ബീഹാറി പയ്യൻ, 14 വയസ്സുള്ള പയ്യന്റെ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പറയണം എന്നൊന്നും നമുക്കില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് ആഗോളതലത്തിൽ എടുത്താലും ഇന്ത്യയിൽ അങ്ങനൊന്നും ആർക്കും സംഭവിക്കില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ഒന്നുമില്ല. അത് വിമർശിക്കും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ശക്തമായി എതിർക്കും. അതൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി എതിർക്കുന്നതാണ്, ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് എതിർക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ആരെയും കൊല്ലുകയും ഇല്ലാതാക്കുകയും തൂക്കിലിട്ടാട്ടുകയും ഒന്നുമില്ല. പക്ഷെ അവിടെ അതല്ല. ഇന്ത്യക്ക് അനുകൂല നിലപാട് പറഞ്ഞാൽ അവിടെ ജീവൻ ബാക്കി കാണില്ല. ഈ 12 പേർ എവിടെ പോയി അറിയില്ല. 2 പേരെ കൊന്നു എന്ന് പറയുന്നു. ഇതുപോലെ ആരെങ്കിലും ഇന്ത്യ അനുകൂല നിലപാട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടാം. അപ്പോൾ പിന്നെ പാകിസ്ഥാന് ജയ് വിളിക്കുന്നവർ, ഇന്ത്യയിലിരുന്ന് ജയ് വിളിക്കുന്നവർ ഓർക്കുക, പാകിസ്ഥാനിൽ എല്ലാവർക്കും സുഖമായി തന്നെ എല്ലാ അഭിപ്രായവും പറഞ്ഞ് ജീവിക്കാം, അല്ലെ? നല്ല കാര്യം തന്നെ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala.
Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.